ഞാൻ ഡോക്ടർ ജോളി തോംസൺ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നുകൾക്കും ഓപ്പറേഷനുകൾക്കും പകരം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന് ഊന്നൽ നൽകുന്നു. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനും അല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോകളുടെ ലക്ഷ്യം. ഇത് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് ഹിസ്റ്ററിയാണ്. അദ്ദേഹത്തിന് 57 വയസ്സാണ്. അദ്ദേഹത്തിന് മൂത്ര തടസ്സമാണ് ഏറ്റവും പ്രധാനം. മൂത്രം പോകാൻ ബുദ്ധിമുട്ടും മൂത്രം കെട്ടി നിൽക്കുകയാണ് യൂറിനിൽ. അപ്പോൾ സ്കാനിങ് നോക്കുമ്പം അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റിൻ്റെ മുഴയുണ്ട്. അതുപോലെ മൂത്രം പോകാതെ അറൗണ്ട് 300 ml യൂറിനകത്ത് ഈ റെസിഡ്യൂൽ യൂറിൻ എന്ന് പറയും. എപ്പോഴും നമ്മൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ സ്കാനൊക്കെ ചെയ്യുമ്പം അതിൽ എന്തോരം എന്നിട്ട് ഒന്നുകൂടെ ഡോക്ടർ യൂറിൻ പാസ് ചെയ്യിപ്പിക്കും. അപ്പം തന്നെ എന്നിട്ട് ഒന്നും കൂടെ നോക്കും എത്ര റെസിഡ്യൂൽ യൂറിൻ, അതായത് മൂത്രം പോകാതെ ഒഴിക്കാതെ എത്ര കൂടെ കിടക്കുന്നുണ്ട് ബ്ലാഡർ എന്ന് അറിയാനായിട്ടുള്ളതാണ്. അത് ഏകദേശം 300 ml, അതായത് മൂത്രം ഒഴിച്ചിട്ടും അതിനകത്ത് തന്നെ നിൽക്കുക. അതാണ് ശരിക്കും മൂത്ര തടസ്സം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പം നല്ല വേദനയായിരിക്കും, ബുദ്ധിമുട്ടുമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ PSA, അതായത് നമ്മൾ നെക്സ്റ്റ് ഒരു മൂത്ര തടസ്സവും പ്രോസ്റ്റേറ്റിന് പ്രോബ്ലം ഉള്ളവരുടെ നോക്കുന്നത് PSA എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. ഈ PSA അത് ക്യാൻസർ മാർക്കാണ്. അദ്ദേഹത്തിൻ്റെ PSA ഒത്തിരി കൂടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ ഒഴിവാക്കാനായിട്ടും ഓപ്പറേഷന് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് വരാൻ കാരണം. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി മാറ്റിയതാണ്. ഇടതുവശത്തെ കിഡ്നി ഓൾറെഡി എടുത്ത് കളഞ്ഞതാണ്. അത് 19 വർഷം മുമ്പ് റീനൽ സ്റ്റോൺ വന്നിട്ട് എടുത്തു കളഞ്ഞതാണ്. ഇപ്പോൾ ഉള്ള കിഡ്നിയിലും ലെഫ്റ്റ് കിഡ്നിയിലും ഇപ്പം സ്കാനിങ്ങിൽ സ്റ്റോൺ കാണുന്നുണ്ട്. അതുപോലെ 18 വർഷമായിട്ട് അദ്ദേഹം ഡയബറ്റിക് പേഷ്യൻ്റാണ്. പിന്നെ ആർത്രൈറ്റിസും ഉണ്ട്. ആർത്രൈറ്റിസ് സ്പൈനിനാണ്, പ്രത്യേകിച്ച് കഴുത്തിന് വേദന, ലോ ബാക്കിലേക്കൊക്കെ ഉണ്ട്. അതുപോലെ ലെഫ്റ്റ് ലെഗിലേക്ക് വേദന ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ റാഡിക്കുലോപ്പതി എന്ന് പറയും. യൂഷ്വലി നമ്മൾ ഈ ഡിസ്കിന് പ്രോബ്ലം വന്ന് ഡിസ്ക് ബൾജ് വരുമ്പോൾ വരുന്ന ഒരു പെയിൻ്റെ പോലെയുള്ളതാണ്. അപ്പം ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എങ്ങനെ ഓപ്പറേഷൻ ഒഴിവാക്കാനായി, അസ്വസ്ഥതകൾ കുറയ്ക്കാൻ എത്ര നാൾ വേണ്ടി വന്നു, പരിശോധനാ ഫലങ്ങളിലുണ്ടായ പുരോഗതി തുടങ്ങിയവയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ, പേഷ്യൻ്റെ ഡീറ്റെയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് 57 വയസ്സാണ്. ഹൈറ്റ് 167 സെൻറ്റിമീറ്ററും വെയ്റ്റ് 52 കിലോയുമാണ്. അദ്ദേഹത്തിന് 18 വർഷമായിട്ട് ഡയബറ്റിസ് ഉണ്ട്. നോൺ ഡയബറ്റിക്കാണ്. റൈറ്റ് കിഡ്നി 19 വർഷം മുമ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. റീനൽ സ്റ്റോൺ വന്ന് കൂടിയിട്ട് അപ്പോൾ ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം അദ്ദേഹം വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിയർ യൂറിനറി പെയിനും, മൂത്രം പോകുന്നില്ല. മൂത്ര തടസ്സം വന്നു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. അതുകൂടാതെ അദ്ദേഹത്തിന് ഇടതുവശത്തായിട്ട് വേദനയുണ്ട്. അപ്പോൾ സ്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഇടതുവശത്തെ കിഡ്നിക്കകത്ത് സ്റ്റോണും ഉണ്ട്. അതുപോലെ നേരത്തെ തന്നെ നോക്കിയിട്ടുണ്ട്, MRI ഒക്കെ നോക്കിയിരിക്കുന്നതിനകത്ത് ഡിസ്ക് പ്രൊലാപ്സും ഡിസ്ക് ഡീജനറേഷനും, ഈ നട്ടലിൻ്റെയും ഇതിൻ്റെ ഇടയിലുള്ളൊരു ഡിസ്കിൻ്റെ പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാലിലേക്ക് ഒരു റാഡിക്കുലോപ്പതി എന്ന് പറയും, അത് കാലിലേക്ക് വേദന വരുന്നത് പോലെയുള്ള കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പം ഇപ്പോൾ എന്തായിരുന്നു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ വേദനയായിട്ട് മൂത്ര തടസ്സമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം സ്കാനിങ് നോക്കിയപ്പോഴാണ് ഈ പ്രോസ്റ്റേറ്റിന് വളർച്ച കണ്ടത്. പ്രോസ്റ്റേറ്റിന് ഒത്തിരി ഇതുണ്ട്, മൂത്രം പോകുന്നില്ല. ഏകദേശം 300 ml മൂത്രം അതിനകത്ത് കെട്ടിക്കിടക്കുകയാണ് ബ്ലാഡറിനകത്ത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉടനെ തന്നെ ഓപ്പറേഷൻ വേണം. പ്രോസ്റ്റേറ്റിന് ബയോപ്സി എന്നാണോ പറഞ്ഞത് മറ്റേ യൂറോളജിസ്റ്റ്. ആക്ച്വലി അദ്ദേഹം ഇവിടെ കേരളത്തിൽ നിന്നുള്ള പേഷ്യൻറ്റും അല്ല, കേരളത്തിലല്ല, അവർ താമസിക്കുന്ന നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യൻ അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പ്രത്യേകിച്ച് വേദനയ്ക്കാണെങ്കിലും മരുന്നൊന്നും കൊടുത്തില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വേദന കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് ആദ്യം വിളിച്ച് ചോദിക്കുകയാണെന്ന്. അപ്പോൾ വേദനയാണെങ്കിൽ അവിടെ കാണിച്ച് മരുന്നെടുക്കാൻ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊന്ന് സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വിതിൻ 2 days അവർ കേരളത്തിലേക്ക് വരികയാണ് ചെയ്തത്. കാരണം അവിടെ ചെയ്ത് കാണിച്ചപ്പം അവർ ഇമ്മീഡിയറ്റ്ലി തന്നെ സർജറി ചെയ്യണം, മരുന്നുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞതാണ്. ഇത് ഏത് ഗ്രൂപ്പ് വിഭാഗത്തിൽ പെടും ഈ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇദ്ദേഹത്തിന് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട്. അവിടെയാണല്ലോ തുടങ്ങിയത്. ഡയബറ്റീസും ഉണ്ട്. ഡയബറ്റീസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം. ഈ സ്റ്റോണൊക്കെ വരുന്നതിൻ്റെ മുമ്പേ മോസ്റ്റ് പ്രോബബ്ലി ഡയബറ്റീസ് ഉണ്ടാകും. കാരണം ഡയബറ്റിക് പേഷ്യൻസിന് റീനൽ സ്റ്റോൺ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ റീനൽ സ്റ്റോൺ വന്നത് മാറ്റേണ്ടേ വന്നല്ലോ. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ ക്യാൻസറുമാണ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ മെറ്റബോളിക് സിൻഡ്രോം ആണ് നമ്മളിപ്പം എടുക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ക്യാൻസർ ഇപ്പോൾ നമുക്കറിയാമല്ലോ, പ്രോസ്റ്റേറ്റിൻ്റെയൊക്കെ ക്യാൻസർ വന്നു ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സർജറി ആയി, കീമോതെറാപ്പി, റേഡിയേഷൻ, അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കാനും കൂടെയാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്.
ഇദ്ദേഹം ഡയബറ്റിക് ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും മരുന്നെടുക്കും, അദ്ദേഹം ഡയബറ്റീസിന് മരുന്നും എടുക്കുന്നില്ലായിരുന്നു. മരുന്നില്ലാതെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അതാണ് വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാതെ മാനേജ് ചെയ്യുന്ന പേഴ്സണാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിംറ്റംസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ ഉള്ളത് ഏറ്റവും പ്രധാനം മൂത്രം പോകുന്നില്ല, മൂത്രതടസ്സം, വേദന, പിന്നെ സിവിയർ ടയേർഡ്നെസ് ഉണ്ട്, അതുപോലെ കാലിലേക്ക് വേദനയുണ്ട്, അതിൻ്റെ കാലിന് വേദനയും ഈ ലെഫ്റ്റ് കാലിലേക്ക് റെഫേർഡ് പെയിൻ എന്ന് പറയും അതിന്, അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്. ഈവൻ ബ്രീത്തിങ് തന്നെ ഡിഫിക്കൽട്ടാണ്, ബാക്ക് പെയിൻ ഉണ്ട്. അപ്പം മൊത്തത്തിൽ ആകെ ഡിസ്കംഫർട്ടിലാണ് പേഷ്യൻ്റ്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു പ്രോബ്ലം പറയുന്നത് കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലും ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തലയ്ക്കൊരു ഫോഗിനെസ്, ഒരു ഫോഗി ആയിട്ട് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. നമ്മൾ ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞപ്പം HbA1c 5.5 ഉണ്ട്, ഇൻസുലിന് ശരിക്കും കൂടുതലാണ്, 28.24 ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ബ്ലഡ് ഷുഗർ ശരിക്കും 290 ഉണ്ട്. ലൈപ്പേസ് കൂടുതൽ. ലൈപ്പേസ് എന്ന് പറയുമ്പം ഒരു പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാസിൽ നീർക്കെട്ടുണ്ടോ എന്ന് അറിയാൻ നോക്കുന്നതാണ്. അതിൽ ലൈപ്പേസ് കൂടുതലുണ്ട്. പിന്നെ HSC ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സാണ്, HSCRP, CRP, ESR, അതുപോലെ ബ്ലഡ് കൗണ്ട്, WBC കൗണ്ട്, ന്യൂട്രോഫിൽസ് എല്ലാം കൂടുതലാണ്. എല്ലാ ഇൻഫ്ലമേറ്ററി പാരാമീറ്റേഴ്സും കൂടുതലാണ്. അതുപോലെ അയൺ കണ്ടൻറ്റ് കുറവുണ്ട്. യൂറിൻ മൈക്രോ ആൽബുമിനൂറിയ ഉണ്ട്. ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിന് എപ്പോഴും കിഡ്നിയും അഫക്റ്റഡ് ആണ്. അതുപോലെ സോഡിയം കുറവാണ്, സോഡിയം ലെവൽ അത് ഭയങ്കര ക്ഷീണം പറയുന്നുണ്ട്. ഈ സോഡിയം ക്ലോറൈഡും ഒക്കെ കുറവുള്ളത് കൊണ്ടുകൂടെ ആയിരിക്കണം ക്ഷീണം വരുന്നത്. പിന്നെ വൈറ്റമിൻ ഡി വെരി ലോയാണ്, 6.5 ഉള്ളൂ. യൂറിനിലാണെങ്കിൽ സിവിയർ ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട്. ഗ്ലൂക്കോസൈറ്റ് 3+ ഉണ്ട്, ഷുഗർ നന്നായിട്ട് കൂടുതലാണ്, പ്രോട്ടീൻ ലീക്കുണ്ട്, RBCs യൂറിനിൽ കൂടെ രക്തം പോലെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ കീറ്റോണും നൈട്രേറ്റും ഒക്കെ പോസിറ്റീവാണ്. അതുപോലെ PSA ആണെങ്കിൽ 25.46 ആണ് PSA വാല്യൂ, അതായത് ക്യാൻസർ മാർക്കറും പോസിറ്റീവാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിപ്പോർട്ട്. പിന്നെ സ്കാൻ നോക്കിയിരിക്കുന്നതിൽ ഒരു സ്റ്റോൺ ഉണ്ട്, റൈറ്റ് കിഡ്നിയിൽ, ലെഫ്റ്റ് കിഡ്നിയിൽ ഒരു 6 മില്ലിമീറ്റർ സൈസുള്ള ഒരു സ്റ്റോൺ ഉണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റ് ഒത്തിരി എൻലാർജ്ഡ് ആണ്. അതുപോലെ ബ്ലാഡർ മ്യൂക്കോസിയം എൻലാർജ്ഡ്, ഹൈപ്പർ ട്രോഫിക് ആയിട്ട് കാണിക്കുന്നു എന്നാണ്. അത് ബ്ലാഡർ ഈ ഒബ്സ്ട്രക്ഷൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിൽക്കുന്ന ഈ പ്രോസ്റ്റേറ്റ് കൊണ്ടുള്ള ഒബ്സ്ട്രക്ഷൻ കൊണ്ടും വരാം. പിന്നെ അതുപോലെ ഈ ഇൻഫെക്ഷൻ വന്നിരിക്കുന്നതുകൊണ്ടും ബ്ലാഡറിൽ ആ ചേഞ്ച് വരാം. അപ്പോൾ അറൗണ്ട് റെസിഡ്യൂൽ യൂറിൻ, അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടും 300 ml മൂത്രം അതിനകത്ത് കിടക്കുകയാണ്. ശരിക്കും നമ്മുടെ ബ്ലാഡർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 300 to 500 ml ആണ്. അപ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൗണ്ട് 300 ml യൂറിൻ. അപ്പം അത് ശരിക്കും മൂത്ര തടസ്സം എന്ന് നമ്മൾ അങ്ങനെ ഇത്രയും യൂറിൻ, സാധാരണ കുറച്ചൊക്കെ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ 300 ml അല്ലെ 30 ml 50 ml ഒക്കെ യൂറിനെ കാണാറുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ 300 ml റെസിഡ്യൂൽ യൂറിനും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇവർക്ക് തുടങ്ങും കഴിഞ്ഞിട്ട് ബേസിക്കലി ഇതിനകത്ത് സ്പെഷ്യൽ ഫുഡും എക്സസൈസും ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമുക്കിപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ മൂത്ര തടസ്സത്തിൻ്റെ മൂത്രത്തിൽ പഴുപ്പുണ്ട്, മൂത്ര തടസ്സമുണ്ട്, ഡയബറ്റീസ് ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഷുഗർ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ മൂത്രത്തിൻ്റെ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സ്പെഷ്യൽ ഫുഡും എക്സസൈസും ആണ് ചെയ്യുന്നത്. സിക്കാണ് ആൾ, എന്നാലും നമ്മൾ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസും ഫുഡുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ലോ കാർബായിട്ടുള്ള ഡയറ്റ്. ഇദ്ദേഹത്തിന് ഓവർ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ അത് കൊണ്ട് നമുക്ക് ഓവർ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് വേറെ ഫുഡ് റെസ്ട്രിക്ഷൻസ് വരുന്നില്ല. പക്ഷേ ഈ കാർബോഹൈഡ്രേറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നോൺ വെജ് ഐറ്റംസും ആണ്, ലീഫി വെജിറ്റബിൾസും പോലെയുള്ളത്, പ്ലസ് നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ന്യൂട്രീഷനുമാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആക്ച്വലി 8ാം ദിവസം ഇദ്ദേഹം ഇവിടെ തന്നെ ക്ലോസ് ആയിട്ടുള്ള ഹോട്ടലിൽ താമസിക്കുകയാണ്. ഇത് അത്രയും പെയിൻഫുൾ ആയിരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ വന്ന് നോക്കിയപ്പോഴേക്കും തന്നെ ഷുഗർ കൺട്രോളായി, യൂറിനറി ഇൻഫെക്ഷൻ മാറി എന്നുള്ളതാണ്. അപ്പോഴേക്കും ഒരു ദിവസം കൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷനും ഉണ്ടായിരുന്ന കാരണം നമ്മൾ ബേസിക്കലി ഒരു ഷോർട്ട് കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കൂടെ കൊടുത്തു. നെക്സ്റ്റ് ഡേ വന്ന് യൂറിൻ നോക്കുമ്പോഴേക്കും തന്നെ യൂറിൻ ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്നുള്ളതാണ്. അപ്പോൾ അത്ര തന്നെ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്ര ഫാസ്റ്റായിട്ട് യൂറിൻ ക്ലിയർ ആയെന്ന് പറഞ്ഞാൽ യൂറിന് ല്യൂക്കോസൈറ്റ്സ് ഉണ്ട്, RBCസും ചെറുതായിട്ടുണ്ട്. അതായത് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പസൽസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. പസൽസ് മാറിയിട്ടില്ല, 3+ തന്നെ കാണിക്കുന്നുണ്ട്. ബാക്കി ഷുഗറൊക്കെ നില്ലായി, ബ്ലഡ് ഷുഗർ 120 എത്തി. അപ്പം അതാണ് അതിനകത്ത് വരുന്ന ഡിഫറൻസ്. അത്ര ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് വന്നു എന്നുള്ളതാണ്. സിംറ്റമാറ്റിക്കലി ഓൾമോസ്റ്റ് നല്ല കംഫർട്ടബിളായി. ഇപ്പോൾ 8th ഡേ വരുമ്പോൾ മുതലാണ് നമ്മൾ ബേസിക്കലി റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ 8th ഡേ ആയപ്പോഴേക്കും യൂറിൻ്റെ ഉള്ള ഏകദേശം ഒരു 80% ക്ലിയർ ചെയ്തു. അതുപോലെ ക്ഷീണം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു. കാലിൻ്റെ ആ തരിപ്പും നംനെസ്സും, അത് ഡിസ്കിൻ്റെ സംബന്ധിച്ചുള്ളതാണ്, അതിനും കുറവ് വന്നു. പക്ഷേ അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. 15th ഡേ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് 90% എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. അതുപോലെ ബ്രീത്തിങ് ബുദ്ധിമുട്ട്, പെയിന്, മൂത്രം ഒഴിക്കാനുള്ള വേദന, അതൊക്കെ അപ്പോൾ തന്നെ ഒരു വിതിൻ എ വീക്ക് തന്നെ മാറി. ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും 15 ഡേ ആയപ്പോഴേക്കും മാറി.
പിന്നെ ആകെ പെർസിസ്റ്റ് ചെയ്തിരുന്നത് കാലിലേക്കുള്ള പെയിനാണ്. അത് ഒരു 80% 90% അതും 30th ഡേ വന്നപ്പോഴേക്കും അതും ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. മൈൽഡായിട്ട് മാത്രമേ ആ പ്രോബ്ലം ഉള്ളൂ എന്നുള്ളത്. 60 days ഒക്കെ വരുമ്പോഴേക്കും പിന്നെ സിംറ്റം ഫ്രീ ആണ്. ആക്ച്വലി 60 ഡേ വന്നപ്പോഴും സിംറ്റം ഫ്രീ ആണ്. അത് മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. അതാണ് അത്. ഡയബറ്റിക് ആണെന്ന് 10-20 വർഷമായിട്ട് അറിയാമെങ്കിലും മരുന്നും എടുക്കുന്നില്ല. വേറെ ഇതിനായിട്ടും യൂറിനറി പ്രോബ്ലം വന്നിട്ടും അതേ മരുന്ന് എടുത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് നമ്മൾ കൊടുത്ത മരുന്നുകൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ബ്ലഡിൽ വന്ന ചേഞ്ചസ് 8th ഡേ ആയപ്പോഴേക്കും HbA1c 7.5 ഉള്ളത് വരുമ്പം 290 ഉണ്ടായിരുന്നു RBS. അത് 8th ഡേ വന്നപ്പോഴേക്കും 103 ആയിട്ട് നോക്കി. 8th ഡേ അതിന് മുമ്പുള്ള സമയത്ത് വീട്ടിൽ തന്നെ നമ്മൾ സെൽഫായിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. 103 ആണ്. HbA1c കുറഞ്ഞു, 7.4ലേക്ക് വന്നു. 15th ഡേ ആയപ്പോഴേക്കും HbA1c 7.2 ആയി. 30th ഡേ ആയപ്പോഴേക്കും HbA1c 6.3 വന്നു. 60th ഡേ വന്നപ്പോഴേക്കും 5.9 എത്തി. മരുന്നൊന്നും ഇല്ലാതെ തന്നെ ഡയബറ്റീസ്, യൂറിൻ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും യൂറിനും ബ്ലഡ് ഷുഗറും കൺട്രോൾ ആയെന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള HbA1cയിലാണ് പിന്നെ നമ്മൾ ശരിക്കും ഹോസ്പിറ്റൽ നമ്മൾ വരുമ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നത് HbA1c ഓറിയൻറ്റഡ് ആണ്. പിന്നെ ലൈപ്പേസ് ആണെങ്കിലും പാൻക്രിയാസിന് നീർക്കെട്ടുണ്ടായിരുന്നു. അത് യൂഷ്വലി നമ്മൾ 30 days ആകുമ്പോഴേക്കും അതിനൊരു ടൈം വേണം. ഓരോന്നും കറക്റ്റായി വരാൻ മിക്കവാറും ഒരു സമയമെടുക്കും. ഇത് കുറച്ചേ കൂടുതലുണ്ടായിരുന്നുള്ളൂ. 30 days ആയപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല. പക്ഷേ 60th ഡേ വന്നപ്പോഴേക്കും ലൈപ്പേസ് നോർമലായി. HCRP അതായത് ഒരു ഇൻഫ്ലമേറ്ററി മാർക്കറാണ്. അത് 33.5 ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അത് 15th ഡേ ആയപ്പോഴേക്കും 2.25 ആയി. നെക്സ്റ്റ് CRP ആണെങ്കിലും അതുപോലെ തന്നെ CRPയും കറക്റ്റഡായി. ESR ആണെങ്കിൽ 15th ഡേ ആയപ്പോഴേക്കും 60 ആയി. പിന്നെ 40 ആയി. പിന്നെ 26. അത് ഗ്രാജുവൽ എല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. നെക്സ്റ്റ് WBC കൗണ്ടും, അതായത് അത് നമ്മൾ ബ്ലഡ് കൗണ്ട് എല്ലാവരും നമ്മളിപ്പോഴും ബ്ലഡ് ചെക്ക് ചെയ്യുമല്ലോ ഒരു പ്രോബ്ലം വരുമ്പോൾ. അത് നമ്മൾ ബ്ലഡിൻ്റെ കൗണ്ടാണ്. അതായത് നമ്മുടെ വെളുത്ത രക്താണുക്കൾ, ചുമന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കളിൽ തന്നെ ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ ഒക്കെ അറിയാനുള്ളതാണ്. അതും അങ്ങനത്തെ ബ്ലഡ് കൗണ്ട് CBC എന്നൊക്കെ പറയുന്ന ഏകദേശം എല്ലാം ഒരു 15th ഡേ ആയപ്പോഴേക്കും കറക്റ്റായി. രക്തക്കുറവുണ്ടായിരുന്നു, HP12 ഉണ്ടായിരുന്നുള്ളൂ. അത് 15th ഡേ ആയപ്പോൾ 12.9 ആയി. 30th ഡേ ആയപ്പോഴേക്കും 13.9 നോർമലിലേക്ക് വന്നു. പിന്നെ കുറച്ച് അയൺ ലെവൽ, അതായത് ബോഡിയിൽ രക്തക്കുറവുള്ളവർക്കൊക്കെ അയൺ ലെവൽ മിക്കവാറും കുറവായിരിക്കും. അതും കുറവായിരുന്നു. അത് നമ്മൾ യൂഷ്വലി അയൺ ലെവലൊക്കെ ഒരു 60th ഡേ ആണ് നോക്കുന്നത്. അപ്പോഴേക്കും അത് നോർമലായി. മൈക്രോ ആൽബുമിൻ, അതായത് മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടായിരുന്നു. അത് 8th ഡേ ആയപ്പോൾ തന്നെ അത് നോർമലായി. 180 ഉണ്ടായിരുന്നത് 5.5ലേക്ക് 8th ഡേ ആയപ്പോഴേക്കും തന്നെ കുറഞ്ഞു. സോഡിയം ക്ലോറൈഡിൻ ലോ ആയിരുന്നു. ഈ ക്ഷീണത്തിൻ്റെ ഒരു മെയിൻ കാരണം പലരുടെയും അതാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹം പ്രഷറിനൊന്നും മരുന്ന് കഴിക്കുന്നില്ല. നമ്മൾ പലർക്കും കാണാറുണ്ട് ഈ പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർക്കും സോഡിയം കുറവായിരിക്കും. അപ്പോൾ അതും 8th ഡേ ആയപ്പോഴേക്കും സോഡിയം ക്ലോറൈഡ് നോർമലായി. വൈറ്റമിൻ ഡി വെരി ലോ ആയിരുന്നു, 6.5 ഉള്ളത് 30th ഡേ ആയപ്പോഴേക്കും തന്നെ 60ലേക്ക് വന്ന് നോർമലായി. പിന്നെ യൂറിൻ സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും നെക്സ്റ്റ് ഡേ ആയപ്പോൾ തന്നെ കുറഞ്ഞായിരുന്നു. 8th ഡേ വന്നപ്പോഴേക്കും പസൽസും നോർമലായിട്ടുണ്ട്. നെക്സ്റ്റ് PSA നോക്കുമ്പം ആദ്യം തുടങ്ങുമ്പോൾ 25.46 ഉണ്ടായിരുന്നത് 8th ഡേ ആയപ്പോഴേക്കും 14.87ലേക്ക് കുറഞ്ഞു. പിന്നെ PSA 15th ഡേ ആയപ്പോഴേക്കും 10.58 എത്തി. 30th ഡേ ആയപ്പോഴേക്കും 3.97 വന്നു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് PSA കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് PSA കുറഞ്ഞു വന്നാലും കീമോതെറാപ്പി എടുത്തിട്ടോ അല്ലെങ്കിലോ നമ്മൾ പ്രോസ്റ്റേറ്റ് എടുത്ത് കളഞ്ഞിട്ട് PSA കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് എടുത്ത് കളഞ്ഞിട്ടാണ് ഇനി സെക്കൻഡറീസ് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാം. അതുപോലെ തന്നെ കീമോതെറാപ്പി എടുത്തതിൻ്റെ പേരിൽ PSA കുറഞ്ഞു വന്നാലും നമുക്ക് ആശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ PSA കുറഞ്ഞു വരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഷുഗർ കൺട്രോളും വന്നു. അപ്പം ഏത് ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ ഷുഗർ കൺട്രോൾ വന്നില്ലെങ്കിൽ മരുന്നില്ലാതെ ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ക്യാൻസറിനാണെങ്കിലും കൊടുക്കുന്ന ഏറ്റവും പ്രൈമായിട്ടുള്ള നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതിനാണ്. മരുന്നില്ലാതെ ഷുഗർ കൺട്രോളായ നാച്ചുറലി ബാക്കിയുള്ള ന്യൂട്രിയൻറ്റും എല്ലാം വന്നു കഴിഞ്ഞാൽ തന്നെ ക്യാൻസറിലേക്ക് പോകാനുള്ള സാധ്യത കുറയുന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മളെപ്പോഴും നോക്കുന്ന ബോഡി പാരാമീറ്റേഴ്സാണ്. ഇദ്ദേഹത്തിന് ആക്ച്വലി ഈ ഡയബറ്റിക് ആണെന്ന് അറിയാവുന്നതുകൊണ്ടും പിന്നെ അദ്ദേഹം മരുന്നൊന്നും എടുക്കുന്നില്ലാത്തതുകൊണ്ടും അദ്ദേഹം ബോഡി പാരാമീറ്ററിന് വലിയ കാര്യമായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. 167 സെൻറ്റിമീറ്റേഴ്സ്, അതായത് 52 kg വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ 60 days ആയപ്പോഴേക്കും 1 kg 52 നിന്ന് 53 ആയിട്ട് കൂടി. അപ്പം അതുപോലെ അദ്ദേഹത്തിൻ്റെ BMI ആണ് 18.9 ഉള്ളൂ, ഓൾമോസ്റ്റ് 18.9
തന്നെ 19 വന്നു. അത്രയും മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു നോർമൽ BMI. അതിനെപ്പോഴും ഫാമിലിയിൽ, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉള്ളവർക്ക് എപ്പോഴും ലോ BMIയിൽ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ BP നോർമലാണ് ആയിരുന്നു അല്ലെങ്കിൽ. പിന്നെ ബോഡി ഏജ് ആണെങ്കിൽ ആക്ച്വലി അദ്ദേഹത്തിന് 53 ഇയേഴ്സ് ഉണ്ടെങ്കിലും അയാൾ ബോഡി ഏജ് കുറവായിരുന്നു, 41 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 60 ഡേയ്സ് ആയപ്പോഴേക്കും വെയിറ്റ് 1 കിലോ കൂടുകയാണ് ചെയ്തത്. എന്നാലും ബോഡി ഏജ് വീണ്ടും 37 കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മുടെ ബോഡിയിലെ മസിലും ബോണും ഒക്കെ കൂടുകയും ഫാറ്റ് കുറയുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബോഡി ഏജിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ആക്ച്വലി നമ്മൾ പ്രായം കൂടുമ്പോൾ വണ്ണം വയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ 25 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു യങ് ആളും പ്രായമുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം ആകെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ണം കൂടി. അവർ പ്രായമായപ്പോഴേക്കും കല്യാണ ഫോട്ടോ, പഴയ ആൾക്കാരുടെയൊക്കെയാണ് കല്യാണ ഫോട്ടോ നോക്കുമ്പോൾ അറിയാം, വളരെ ട്രിമ്മായിട്ടിരുന്ന ആൾക്കാർ പ്രായം വെച്ച് കഴിയുമ്പോഴേക്കും വണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം വണ്ണം കൂടാതെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും. എക്സസ് ഫാറ്റ് ഗെയിൻ വരരുത്, മസിൽ പോകാതെ നോക്കുകയും ചെയ്യണം. അതാണ് നമ്മളിതിൽ നോക്കുന്നത്. യൂഷ്വലി ഇപ്പോൾ ഓവർ ഏജ്ഡ് ആയിട്ടുള്ള പലർക്കും ആക്സിലറേറ്റഡ് ഏജ് കാണാറുണ്ട്. അതാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് ഇദ്ദേഹത്തിനാണെങ്കിൽ ഓൾറെഡി അങ്ങനെ ഒരു ആക്സിലറേറ്റഡ് ഏജിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉള്ളതിൽ നിന്നും നമ്മൾ വെയിറ്റ് റിഡക്ഷൻ വെച്ച് ഒരു കിലോയും കൂടി ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സ് കുറച്ചുകൊണ്ട് വരാൻ പറ്റി. അപ്പം എല്ലാ പാരാമീറ്റേഴ്സും ഇതിന് 60 ശരിക്കും 30 ഡേയ്സ് ആയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റായി. 60 ഡേയ്സ് വന്നപ്പോഴേക്കും വീണ്ടും കുറച്ചും കൂടി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് വന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഇപ്പം നമ്മളൊരു സർജറി ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വേദനയൊന്നും ഇത്രയും ഫാസ്റ്റായിട്ടൊന്നും മാറാൻ പോകുന്നില്ല. അവിടെ നമ്മൾ പോസ്റ്റേരിൽ പോയി ഒരു ബയോപ്സി ചെയ്ത് കഴിക്കുമ്പോൾ വീണ്ടും ഓൾറെഡി വേദനയിലിരിക്കുന്ന ആൾക്കൊരു ബയോപ്സിയോ ഇവൻ വേറെ എന്തെങ്കിലും നമ്മൾ ഈ മൂത്ര തടസ്സം വരുമ്പോഴേക്കും യൂഷ്വലി ട്യൂബ് ഇടുക, അല്ലെങ്കിൽ ട്യൂബിട്ട് തടസ്സം നീക്കാൻ അത് പറ്റിയില്ലെങ്കിൽ അത് ഒരു സർജിക്കലായിട്ട് കുറച്ച് പ്രോസ്റ്റേറ്റിനെ റിമൂവ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇത്ര ഫാസ്റ്റായിട്ട് ഒരു റിലീഫ് കിട്ടുകയില്ല. ഇതിലിപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ബേസിക്കായിട്ട് 20 വർഷമായിട്ട് നടന്നിരുന്നത് ഡയബറ്റിക്കാണ്. അപ്പോൾ ഡയബറ്റീസ് നെക്സ്റ്റ് ഡേ കൊണ്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ആയെന്നുള്ളതാണ്. അപ്പം ഡയബറ്റീസിൽ നിന്നുള്ള ഫ്രീഡം വരികയാണ്. മൂത്ര തടസ്സവും മാറി, പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ മാറി എന്നുള്ളതാണ്. PSA കുറഞ്ഞു വന്നു. അപ്പം ഇതിപ്പം നമ്മൾ നമ്മൾ ബയോപ്സി അതിലൊക്കെ പ്രോസ്റ്റേറ്റിൻ്റെയൊക്കെ ഇപ്പം ബയോപ്സി നോക്കിയാലും നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റണമെന്നില്ല. അപ്പം ഈ PSA നമുക്ക് ഇത്ര ഫാസ്റ്റായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമ്പം ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ യൂഷ്വലി നെക്സ്റ്റ് നമ്മൾ PSA കൂടിയിരിക്കുന്നവർക്ക് നെക്സ്റ്റ് തരേണ്ട ഒരു PET സ്കാനാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ ഈ പേഷ്യൻ്റ് PSA കുറഞ്ഞു വന്നില്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കൺട്രോൾ ആകുമ്പോഴേക്കും PSA കുറഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടത് ഒരു PET സ്കാനാണ്. നമ്മൾ എത്ര ആക്റ്റീവായിട്ടുള്ള, നമ്മൾ ബാക്കിയുള്ള MRI CT ഒന്നും ചെയ്തിട്ട് ക്യാൻസറിന് വലിയ ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ കൃത്യമായിട്ട് ക്യാൻസറിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു PET സ്കാനിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പം PSA കുഴപ്പമില്ല, മൂത്രതടസ്സവും ഇല്ല, ഒരു സിംറ്റംസും ഇല്ലാത്തവർ പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് നമുക്ക് പലർക്കും PSA കൂടുമ്പം ഒത്തിരി ഫിയർ വരാറുണ്ട്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ PSA ഒക്കെ കൂടുന്ന പേഷ്യൻസ് മിക്കവാറും ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ഹാർട്ടിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ PSA കൂടുവോ അല്ലെങ്കിൽ നമ്മൾ സ്കാനിങ്ങിൽ പ്രോസ്റ്റേറ്റിൽ വീക്കോ ഉണ്ടെന്ന് കാണുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മൾ ഒരു പ്രോസ്റ്റേറ്റ് എടുത്ത് കളയോ അല്ലെങ്കിൽ ബയോപ്സി പോലും നമ്മൾ ഏത് ഭാഗത്തുനിന്നാണ്, കാരണം എല്ലാ ഭാഗത്തിനും ക്യാൻസർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബയോപ്സി ബ്ലൈൻഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്യാൻസർ ഭാഗം കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കിട്ടിയില്ല എന്നിരിക്കും. സോ അതും അത്ര സെൻസിറ്റീവ് അല്ല. അപ്പോൾ റിയലി നമ്മൾ ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ ചെയ്തിട്ടും അതിൻ്റെ ആ കറക്ഷൻ PSA കറക്റ്റ് ആകുന്നില്ലെങ്കിലാണ് നമ്മൾ PET സ്കാനിലേക്ക് പോകേണ്ടി വരുന്നത്. പക്ഷേ ഞാൻ ബേസിക്കലി കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പേഷ്യൻ്റ് ആണെങ്കിലും കറക്റ്റ് ന്യൂട്രീഷണൽ സപ്പോർട്ടും ക്യാൻസർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡയറ്റ്, പ്രത്യേകിച്ച് നോ കാർബ് ഡയറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ക്യാൻസർ സെല്ലിന് വളരണമെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വേണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ബേസിക്കലി നമ്മുടെ ബോഡിക്ക്, നമ്മുടെ നെർവ് സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനായിട്ട് ഒരു 50 ഗ്രാം ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുണ്ട്. അത്രയും മാത്രം കൊടുത്ത് ബാക്കിയുള്ള കാർബെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ക്ഷീണമോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വെച്ചറിയും. നമ്മുടെ ഡയറ്റൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടുള്ളൊരു ഒരു ഫ്യൂ ഡേയ്സ്, ചിലപ്പോൾ ഒരു 3rd, 4th, 5th ഡേ ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ചെറിയ ഇത് നോക്കണം. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല. അപ്പം പെട്ടെന്ന് തന്നെ PSA കുറഞ്ഞു വരും എന്നുള്ളതാണ്.
അപ്പം നമ്മൾ ഏത് ക്യാൻസറാണ്, MBSയുടെ മാത്രമല്ല, നമ്മൾ മറ്റുള്ള ക്യാൻസറുകളുടെയും ഒക്കെ കാണാറുണ്ട്. മറ്റ് പല CA, കോടലിൻ്റെ ക്യാൻസറിൻ്റെയും ഓവറി ക്യാൻസറിൻ്റെയും ഒക്കെ മാർക്കേഴ്സ് കൂടുതലുള്ളവർക്കും സെയിം പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഡയറ്റും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിതിൻ വീക്സ് തന്നെ, അല്ലാതെ നമ്മൾ ഒത്തിരി നാളൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് കിട്ടാനുള്ള ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ക്ലിനിക്കൽ സപ്പോർട്ടുകളും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിനു ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. രോഗത്തിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാനും അതിലൂടെ രോഗത്തിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ ചികിത്സ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. രോഗത്തിനൊപ്പം മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും പാർശ്വഫലങ്ങൾ രോഗിയുടെയും ബന്ധുക്കളുടെയും ജീവിതം ദുസ്സഹമാക്കാൻ ഇടയാക്കരുത്. മരുന്നുകളിൽ നിന്ന് മുക്തി നേടാനായി ജീവിതശൈലി ക്രമപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണം. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജീവിതശൈലി ക്രമീകരണത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും മറ്റ് സീരീസുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും കൂടുതൽ അറിയാനാവും. പ്ലേലിസ്റ്റ് കാണുക. ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ, നമ്മുടെ കൊച്ചുമക്കളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം, ബോധവൽക്കരണം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.